നമ്മുടെ കൈവശമുള്ള ഇതുപോലുള്ള ചിത്രങ്ങളെ റീടച്ച് ചെയ്തിട്ട് ഭംഗിയുള്ളതാക്കി മാറ്റാനായിട്ട് AI ടൂളുകൾ എങ്ങനെ ഉപയോഗിക്കാം എന്നൊക്കെ നോക്കാം. അതിനായി ധാരാളം AI സൈറ്റുകൾ അല്ലെങ്കിൽ AI ടൂളുകൾ ലഭ്യമാണ്. കട്ടൗട്ട് പ്രോ, ഫോട്ടോ, ഹോട്ട്പോട്ട് AI തുടങ്ങിയ ധാരാളം സൈറ്റുകൾ അല്ലെങ്കിൽ ടൂളുകൾ നമുക്ക് ലഭ്യമാണ്. അതിൽ നമുക്ക് കട്ടൗട്ട് പ്രോ ഉപയോഗിച്ചിട്ട് ഈ ഒരു ഫോട്ടോയെ റിപ്പയർ ചെയ്യുന്നത് എങ്ങനെയെന്ന് നോക്കാം. കട്ടൗട്ട് പ്രോ എന്നുള്ള സൈറ്റ് നമുക്ക് സെർച്ച് ചെയ്യാം. ഇതിൽ നിന്നും സൈറ്റ് സെലക്ട് ചെയ്യാം. ഇവിടെ പ്രൊഡക്റ്റിൽ നിന്നും റീടച്ച് ഓർ റിമൂവ് ഒബ്ജക്ട്സ് എന്നുള്ളത് സെലക്ട് ചെയ്യാം. റിപ്പയർ ചെയ്യേണ്ട അല്ല റീടച്ച് ചെയ്യേണ്ട ചിത്രം അപ്ലോഡ് ചെയ്യാം. ഇവിടെ റീടച്ച് ചെയ്യാനായിട്ട് ഉപയോഗിക്കുന്ന 2 ടൂളുകളാണുള്ളത്. സ്മിയർ റിപ്പയറും ടിക്ക് റിപ്പയറും. ഇത് ഉപയോഗിച്ചിട്ട് ഏത് ഭാഗമാണോ റിപ്പയർ ചെയ്യേണ്ടത് അത് ആ ഭാഗം സെലക്ട് ചെയ്യാം. അപ്പോൾ ഈ ഒരു ഭാഗമാണ് റീടച്ച് ചെയ്യണമെങ്കിൽ ആ ഭാഗം നമ്മൾ സെലക്ട് ചെയ്യുന്നു. ബ്രഷിൻ്റെ സൈസൊക്കെ ഇവിടെ അഡ്ജസ്റ്റ് ചെയ്യാവുന്നതാണ്. റീടച്ച് ചെയ്ത് ആ ഭാഗത്തേക്ക് കേടുപാടുകൾ മാറ്റിയിട്ടുണ്ട്. അപ്പോൾ എല്ലാ ഭാഗവും ഇതുപോലെ നമുക്ക് ചെയ്യാവുന്നതാണ്. സ്മിയർ റിപ്പയർ ഉപയോഗിച്ചിട്ട് കുറേ അധികം ഏരിയ ഇങ്ങനെ സെലക്ട് ചെയ്തിട്ട് ചെയ്യാവുന്നതാണ്. സ്മിയർ റിപ്പയർ നമ്മുടെ മുഖത്തൊക്കെ ചെയ്യുമ്പം ചിലപ്പോൾ മുഖത്തിൻ്റെ ഷേപ്പൊക്കെ ചെറുതായിട്ട് മാറാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ വളരെ സൂക്ഷിച്ച് ബ്രഷിൻ്റെ സൈസൊക്കെ കുറച്ചിട്ട് വേണം ചെയ്യാനായിട്ട്. ഇനിയും ഇതുപോലെ രണ്ടാമത്തെ ടൂളാണ് ടിക്ക് റിപ്പയർ. അപ്പോൾ ഇവിടെയും ഏത് ഭാഗമാണോ റിപ്പയർ ചെയ്യേണ്ടത് ആ ഭാഗം നമ്മൾ സെലക്ട് ചെയ്ത് കൊടുക്കാവുന്ന ടിക്കായിട്ട് കൊടുത്തു കഴിഞ്ഞാൽ ആ ഭാഗത്തെ ആ പ്രശ്നം മാറ്റി കിട്ടുന്നതാണ്. വളരെ സൂക്ഷ്മതയോടെ ചെയ്ത് അതിനെ നമുക്ക് റിപ്പയർ ചെയ്ത് എടുക്കാവുന്നതാണ്. ഇപ്പോൾ ടിക്ക് റിപ്പയർ ഉപയോഗിച്ചിട്ട് ചെറിയൊരു ഏരിയ ഇങ്ങനെ ക്ലിക്ക് ചെയ്ത് ഡ്രാഗ് ചെയ്തുകൊണ്ട് സെലക്ട് ചെയ്താൽ ആ ഭാഗത്തെ കുറച്ച് ഭാഗത്തെ അത് വളരെ പെട്ടെന്ന് അത് മാറി വരുന്നതായിട്ട് കാണാൻ സാധിക്കും. ഇപ്പം കുറച്ച് സമയം എടുത്ത് ചെയ്യേണ്ട ഒരു പ്രവർത്തനമാണിത്. ഈ 2 ടൂളും ഉപയോഗിക്കാവുന്നതാണ്. പക്ഷേ സ്മിയർ റിപ്പയർ ഉപയോഗിക്കുമ്പം ചെറിയതായിട്ട് ഷേപ്പൊക്കെ മാറാനുള്ള സാധ്യത ഉള്ളതുകൊണ്ട് തന്നെ അല്ലെങ്കിൽ സൂക്ഷിച്ച് ചെയ്യേണ്ടതാണ്. അത് ആ രീതിയിൽ ചെയ്ത് റെഡിയാക്കുക. ഇപ്പോൾ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇവിടെ നമുക്ക് ഒന്ന് സെലക്ട് ചെയ്തിട്ട് കൊടുക്കാമെങ്കിൽ അത് റെഡിയായി വരുന്നതാണ്. അപ്പോൾ ഈ മുഖത്ത് ചെയ്യുമ്പം ചിലപ്പോൾ നമ്മൾ സെലക്ട് ചെയ്യുന്നതിൻ്റെ ഒരു പ്രശ്നം കൊണ്ട് മുഖത്തിൻ്റെ ഷേപ്പൊക്കെ ചെറുതായിട്ട് മാറാനുള്ള സാധ്യത ഉള്ളതുകൊണ്ട് തന്നെ ഈ മുഖം പോലുള്ള ഭാഗത്തൊക്കെ നമുക്ക് ടിക്ക് റിപ്പയർ ഉപയോഗിച്ച് ചെയ്യുന്നതായിരിക്കും കൂടുതൽ നല്ലത്. ഇവിടെ ഡൺ കൊടുത്തതിന് ശേഷം ഇവിടെ നിന്നും ഡൗൺലോഡ് ചെയ്തെടുക്കാവുന്നതാണ്. PNG ആയിട്ടോ JPG ആയിട്ടോ ചെയ്തെടുക്കാവുന്നതാണ്. കട്ടൗട്ട് പ്രോയുടെ സഹായത്തോടെ റിപ്പയർ ചെയ്ത് അല്ലെങ്കിൽ റീടച്ച് ചെയ്തെടുത്ത ഒരു ഫോട്ടോ ആണിത്.